ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സംസ്കാരങ്ങൾ ഒരൊറ്റ നഗരത്തിൽ നമുക്ക് കാണണമെങ്കിൽ അതിന് ഇസ്താംബൂളിലേക്ക് എന്നാൽ മതി. ഇസ്താംബൂൾ ഒരു അത്ഭുത നഗരമാണ്. ഇങ്ങനെയൊരു നഗരം ലോകത്ത് വേറൊന്നുമില്ല. കഷ്ടിച്ച് 1 കിലോമീറ്റർ വീതിയും 30 കിലോമീറ്റർ നീളവുമുള്ള ഒരു വലിയ കനാല്. ഇതിൻ്റെ 2 കരയിലുമായിട്ടാണ് ഇസ്താംബൂൾ എന്ന് പറയുന്ന നഗരം. അവിടെ ലോകപ്രസിദ്ധങ്ങളായ നിരവധി നിർമ്മിതികൾ. ഈ നിർമ്മിതികൾ മാത്രമല്ല, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം, സംസ്കാരം, കലകൾ, ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങൾ, അവരുടെ മാർക്കറ്റുകൾ, മോസ്കുകൾ, ഹഗിയ സോഫിയ പോലെ, ബ്ലൂ മോസ്ക് പോലെ ഉള്ള മോസ്കുകൾ, അന്നത്തെ ഒട്ടോമാൻ സുൽത്താൻമാരുടെ കൊട്ടാരക്കെട്ടുകൾ, ഇതെല്ലാം എത്ര കണ്ടാലും മടുക്കാത്ത മതിവരാത്ത കാഴ്ചകളാണ് ഇസ്താംബൂൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഇസ്താംബൂളിലേക്ക് ഞാൻ പല യാത്രകൾ പോയി. ഇസ്താംബൂളിലെ ഏറ്റവും സുപ്രധാനമായ 8-9 സ്ഥലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് സിറ്റി ടൂറിലൂടെ. ലോകത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരം ഏതാണെന്ന് ഒന്ന് ഊഹിക്കാമോ? ലണ്ടൻ, ന്യൂയോർക്ക്, പാരീസ് എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല. ടർക്കിയിലെ ഇസ്താംബുളാണ് ആ നഗരം. ബോസ്ഫറസ് കടലിടുക്കിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന നഗരം. 2 കോടിയിലധികം വിനോദസഞ്ചാരികൾ വർഷം തോറും ഇവിടെ എത്തുന്നുണ്ട്. നാൾക്കുനാൾ ഇത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇത്രയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എന്താണ് ഇസ്താംബൂളിൽ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്തുള്ള സ്ഥാനമാണ് അതിലൊന്ന്. ഏഷ്യ, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയാണിത്. ഈ സ്ഥാനം മൂലം കൈവന്ന സാംസ്കാരിക പുരോഗതിയാണ് രണ്ടാമത്തെ ഘടകം. ഒരു കാലത്ത് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിച്ചിരുന്ന സിൽക്ക് റൂട്ട് കടന്നുപോയിരുന്നത് ഈ നഗരത്തിലൂടെയാണ്. അങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഗമിക്കുന്ന ഇടമായി ഇസ്താംബൂൾ മാറി. ഇസ്താംബൂൾ നഗരത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സിറ്റി ടൂർ. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഇസ്താംബൂൾ നഗരത്തിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ഹഗിയ സോഫിയ മോസ്കാണ് ആദ്യം. അവിടെ നിന്നും ഗലാത്ത ടവറിലേക്ക്, തുടർന്ന് ഗലാത്ത പാലം, പിന്നെ ബസിലിക്ക സിസ്റ്റേൻ, അടുത്തത് ബ്ലൂ മോസ്ക്, തുടർന്ന് ഡോൾമബാഷെ പാലസിലേക്ക്, പിന്നെ മെയ്ഡൻസ് ടവർ, ഗ്രാൻഡ് ബസാർ, അവിടെ നിന്ന് വാലിദ് സുൽത്താൻ മോസ്കിലേക്ക്, അവസാനമായി ടോപ്പ് കാപ്പി പാലസ്. ഇസ്താംബൂൾ നഗരത്തിന്റെ അടയാളമായ ഹഗിയ സോഫിയയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ടൂർ ആരംഭിക്കാം. വാസ്തുവിദ്യാ വൈഭവം കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ഒരുപോലെ ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള മോസ്കാണിത്. 6-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ ചർച്ചായിട്ട് നിർമ്മിച്ച ഈ മന്ദിരം ഒട്ടോമൻ കാലത്ത് മോസ്കായും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ മ്യൂസിയമായും 2020 വീണ്ടും മോസ്കായും മാറിയ ചരിത്രമുണ്ട്. ഇപ്പോൾ വിശ്വാസികൾക്കാണ് മോസ്കിൽ പ്രാധാന്യം. അതിനാൽ ടൂറിസ്റ്റുകൾക്ക് ചില നിയന്ത്രണങ്ങളുമുണ്ട്. ടർക്കിഷ് ചരിത്രവുമായുള്ള ഇഴചേർന്ന ബന്ധവും ബൈസന്റൈൻ ആർക്കിടെക്ചറിന്റെ മനോഹാരിതയുമാണ് ഹഗിയ സോഫിയയെ ആകർഷകമാക്കുന്ന സവിശേഷതകൾ. പലപ്പോഴായി മന്ദിരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന രൂപവും അലങ്കാരങ്ങളും
അതേപടി നിലനിർത്തിയാണ് ഇത് ചെയ്തത്. അതിനാൽ ഓരോ ഭാഗത്തുകൂടിയും കണ്ടുപോകുമ്പോൾ ഇത് മോസ്കാണോ അതോ ചർച്ചാണോ എന്ന് നമുക്ക് സംശയം തോന്നിക്കൊണ്ടേയിരിക്കും. വലുതും ചെറുതുമായ കുംഭഗോപുരങ്ങളും മിനാരങ്ങളുമുള്ള പുറംഭാഗത്തിന് മോസ്കിന്റെ രൂപഭാവങ്ങളാണുള്ളത്. എന്നാൽ ഉൾഭാഗത്തിന് ചർച്ചിന്റെ സ്വഭാവവും. 6-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ക്രിസ്തുവിന്റെയും ജസ്റ്റിനിയൻ ചക്രവർത്തിയുടെയും മൊസൈക് ചുവർ ചിത്രങ്ങൾ ഇന്നും ഈ ഭിത്തിയിലുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇസ്ലാമിക് ശൈലിയിലുള്ള അലങ്കാരങ്ങളും. സങ്കീർണമായ സാങ്കേതിക വിദ്യകളൊന്നും ലഭ്യമല്ലാതിരുന്ന കാലത്ത് നിർമ്മിച്ച ഭീമൻ കുംഭഗോപുരങ്ങൾ അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ്. ആറാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റിനിയൻ പണി കഴിപ്പിച്ച ഒരു ടവറിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഗലാത്ത ടവർ. ലൈറ്റ് ഹൗസായും തടവറയായുമെല്ലാം ഈ ഗോപുരം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ഒബ്സർവേഷൻ ഡെക്കും ആർക്കിയോളജിക്കൽ മ്യൂസിയവും ഇവിടെ പ്രവർത്തിക്കുന്നു. നഗരത്തിലെ അല്പം ഉയർന്ന ഭാഗത്താണ് ഗലാത്ത ടവറിന്റെ സ്ഥാനം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും കേടുപാടുകൾ തീർത്ത് റീസ്റ്റോർ ചെയ്ത് ടവർ സംരക്ഷിച്ചിട്ടുണ്ട്. 51 മീറ്റർ ഉയരത്തിലാണ് ടവറിലെ ഒബ്സർവേഷൻ ഡെക്ക്. ബോസ്ഫോറസ് കടലിടുക്കും കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നഗരവും ഉൾപ്പെടുന്ന പനോരമിക് ദൃശ്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് കാണാം. സൂര്യാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ്. അതിനാൽ സായാഹ്നമാണ് സന്ദർശിക്കാൻ അനുയോജ്യം. രാത്രിയിൽ വൈദ്യുത പ്രകാശത്തിൽ മുങ്ങുന്നതോടെ നഗരത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ ഗംഭീരമാവുകയും ചെയ്യും. ടവറിൽ ഒബ്സർവേഷൻ ഡെക്ക് ഒഴികെയുള്ള നിലകളിൽ മ്യൂസിയമാണുള്ളത്. പ്രാദേശിക ചരിത്രമാണ് വിഷയം. നഗരം രൂപം കൊണ്ട കാലം മുതൽക്കുള്ള പുരാവസ്തുക്കൾ ഈ മ്യൂസിയത്തിലുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഗൈഡുകളുടെ സേവനവും നമുക്ക് ആവശ്യപ്പെടാം. ഓരോ നിലയിലേക്കുമുള്ള ഇടുങ്ങിയ ഇടനാഴികളിലൂടെ നടക്കുന്നത് ടവറിലെ രസകരമായ അനുഭവമാണ്. താഴെയുള്ള നിലയിൽ ഒരു സുവനീർ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ ടർക്കിഷ് വിഭവങ്ങൾ ലഭ്യമാകുന്ന ധാരാളം റെസ്റ്റോറന്റുകൾ പാതയുടെ വശങ്ങളിലായി നമുക്ക് കാണാം. കല്ലുവിരിച്ച പാതകളിലൂടെ അലസമായി നടക്കുകയുമാവാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗലാത്ത പാലമാണ്. ബോസ്ഫറസ് കടലിടുക്കിൽ ഗോൾഡൻ ഹോൺ മേഖലയ്ക്ക് കുറുകെയുള്ള പാലമാണിത്. മറ്റ് 2 പാലങ്ങൾ കൂടി ഗലാത്ത ബ്രിഡ്ജിന് സമീപത്തുണ്ടെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലാണ് ഗലാത്ത ബ്രിഡ്ജ് വ്യത്യസ്തമാകുന്നത്. 2 നിലകളുണ്ട് ഈ പാലത്തിന്. വാഹനങ്ങൾക്കുള്ള പാതയും ട്രാം ട്രാക്കുകളും മുകളിലാണുള്ളത്. ഇരുവശത്തും വീതിയേറിയ നടപ്പാതകളും. ഈ നടപ്പാതയിലൂടെ കടലിടുക്കിന്റെയും നഗരത്തിന്റെയും കാഴ്ചകൾ കണ്ടു നടക്കാം. പാലത്തിന്റെ താഴെയുള്ള നില പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് സെന്ററാണ്. മധ്യത്തിലെ പില്ലറുകളിൽ നിന്നും ഇരുവശത്തേക്ക് നീളുന്ന തട്ടിൽ നിരവധി റെസ്റ്റോറന്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കടലിടുക്കിലെ ജലനിരപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാനവും. അതിനാൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രതീതിയാകും ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുക. കടലിൽ നിന്നും വീശിയടിക്കുന്ന ഇളം കാറ്റേറ്റ് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ടർക്കിഷ് രുചികൾ ആസ്വദിക്കുന്നത് രസകരമായ ഒരു അനുഭവം തന്നെയാണ്.
പാലത്തിന്റെ ഇരുവശത്തും സുവനീർ ഷോപ്പുകളുടെ നീണ്ട നിരയുണ്ട്. കൂടാതെ ഇരുകരയിലുമുള്ള ജെട്ടികളിൽ നിന്നും ക്രൂസ് ബോട്ടുകളിലും നമുക്ക് കയറാം. ഇനി നമ്മൾ പോകുന്നത് ഒരു ഭൂഗർഭ ജലസംഭരണിയിലേക്കാണ്. ബസിലിക്ക സിസ്റ്റേൺ. റോമൻ കാലത്ത് നിർമ്മിച്ച ജലാശയം. സിസ്റ്റേൺ എന്നാണ് ഇത്തരം സംഭരണികളുടെ പേര്. റോമൻ കാലത്ത് ഇസ്താംബുൾ നഗരത്തിൽ ധാരാളം സിസ്റ്റേണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഇപ്പോൾ മണ്ണിനടിയിലാണ്. അപൂർവം ചിലത് കണ്ടെത്തി സംരക്ഷിച്ചു വരുന്നു. അതിലേറ്റവും വലുതാണ് ബസിലിക്ക സിസ്റ്റേൺ. പണ്ട് ഒരു പ്രധാനപ്പെട്ട ബസിലിക്ക സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തിനടിയിലായതുകൊണ്ടാണ് ബസിലിക്ക സിസ്റ്റേൺ എന്ന പേര് ലഭിച്ചത്. 1,00,000 ചതുരശ്ര അടിയോളം വിസ്തൃതിയുണ്ട് ഈ സംഭരണിക്ക്. 336 മാർബിൾ തൂണുകളിൽ മേൽക്കൂര താങ്ങി നിർത്തിയിരിക്കുന്നു. ഉൾഭാഗത്ത് ഇരുട്ടായതിനാൽ ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് 8 കോടി ലിറ്റർ ജലമാണ് ഇവിടെ ശേഖരിച്ചിരുന്നത്. കൊട്ടാരത്തിലേക്കും സമീപത്തുള്ള വീടുകളിലേക്കും ജലം വിതരണം ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ കാണുന്നത് താഴ്ത്തി നിർത്തിയിട്ടുള്ള ജലവിധാനമാണ്. ഒരു അമ്യൂസ്മെന്റ് റൈഡ് പോലെയാണ് ഇപ്പോൾ ബസിലിക്ക സിസ്റ്റേണിലെ സജ്ജീകരണം. ജലാശയത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നടക്കുമ്പോൾ യക്ഷിക്കഥകളിലെ ഭയപ്പെടുത്തുന്ന ഭൂഗർഭ അറകളിലെത്തിയ പ്രതീതിയാവും നമുക്കുണ്ടാവുക. നിഗൂഢതയും ഭയവും ഉണർത്തും വിധം നൽകിയിട്ടുള്ള ലൈറ്റിംഗ് ഈ അനുഭവം കൂടുതൽ തീവ്രമാക്കുകയും ചെയ്യുന്നു. ചിലയിടങ്ങളിൽ പ്രകാശം ഉണ്ടാവുക പോലുമില്ല. തലതിരിഞ്ഞതും പാതിമുഖം തറയിൽ ഒളിപ്പിച്ചതുമായ ചില വ്യത്യസ്തമായ ശില്പങ്ങളും നമുക്കിവിടെ കാണാം. ഈ ശില്പങ്ങളും ഒരുതരം നിഗൂഢതയാണ് കാഴ്ചക്കാരിൽ സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ക്ലാസിക്കൽ ഒട്ടോമൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു മനോഹരമായ മോസ്കിലേക്കാണ്. ബ്ലൂ മോസ്ക്. ഹഗിയ സോഫിയയുടെ സമീപത്താണിത്. ഹഗിയ സോഫിയയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇതിന്റെ സ്ഥാനവും. നിർമ്മിച്ച കാലത്ത് ഹഗിയ സോഫിയയെ മറികടക്കുന്ന നിർമ്മിതിയാവണം എന്ന ആഗ്രഹമാണ് ഒട്ടോമൻ ഭരണാധികാരികൾക്കുണ്ടായിരുന്നത്. അതിനാൽ ആഡംബരത്തിലും പ്രൗഢിയിലും വലിപ്പത്തിലും ബ്ലൂ മോസ്ക് ഹഗിയ സോഫിയയോട് കിടപിടിക്കുന്നുണ്ട്. ആകെയുള്ള രൂപത്തിലും നല്ല സാമ്യം കാണാം. എന്നാൽ ഇസ്ലാമിക് ഒട്ടോമൻ ശൈലികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള ശ്രദ്ധേയമായ കാഴ്ച വലുതും ചെറുതുമായ കുംഭഗോപുരങ്ങളാണ്. ഇതിൽ മധ്യത്തിലേത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുംഭഗോപുരങ്ങളിൽ ഒന്നാണ്. 64 മീറ്റർ ഉയരമുള്ള 6 മിനാരങ്ങൾ വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു. ഉള്ളിലേക്ക് കടക്കുമ്പോഴും പ്രൗഢിക്കും വലിപ്പത്തിനും കുറവൊന്നുമില്ല. വലിയ കുംഭഗോപുരങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രധാന കാഴ്ച. മോസ്കിന്റെ ഉൾഭാഗത്ത് ഇസ്ലാമിക് ശൈലിയിലുള്ള ടൈലുകൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ടൈലുകളിൽ ഡിസൈൻ വ്യത്യസ്തമാണെങ്കിലും നീല നിറത്തിന്റെ സ്വാധീനം പ്രകടമാണ്. ബ്ലൂ മോസ്ക് എന്ന പേരിന്റെ ഉറവിടം ഏതെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രാർത്ഥനാ സമയങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് മോസ്കിനുള്ളിൽ പ്രവേശനമില്ല.
അതുപോലെ വിശേഷ ദിവസങ്ങളിലും സന്ദർശനം നിയന്ത്രിക്കും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിലൊന്നായ ഡോൾമബാഷെ പാലസിലേക്ക് പോകാം. ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് പണിതുയർത്തിയ വാസ്തുവിദ്യാ വിസ്മയമാണിത്. യൂറോപ്പിലെ മറ്റ് റോയൽ പാലസുകളോട് കിടപിടിക്കുന്ന കൊട്ടാരം വേണമെന്ന സുൽത്താൻ അഹമ്മദ് മജീദിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു നിർമ്മാണം. ചിലവിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊട്ടാരം നിർമ്മാണത്തിനിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വൻതോതിൽ കടം വാങ്ങേണ്ടി വരികയും ഒടുവിൽ രാജ്യം കടക്കെണിയിലാവുകയും ചെയ്തു. നിർമ്മാണത്തിനായി ചിലവഴിച്ച തുകയുടെ വലിപ്പം നമുക്ക് ഈ കൊട്ടാരത്തിൽ കാണാനാകും. അലങ്കാര പണികൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ കോണും. ഗാർഡൻ നിർമ്മാണത്തിൽ പോലും ആഡംബരത്തിന് കുറവില്ല. ഗാർഡനിലെ പ്രധാന കാഴ്ചയാണ് കൊത്തുപണികൾ നിറഞ്ഞ ക്ലോക്ക് ടവർ. ഉദ്യാനത്തിലും ചുറ്റുമുള്ള അങ്കണങ്ങളിലുമായി വിശേഷ ദിനങ്ങളിൽ ദേശീയ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനാൽ വിശേഷ ദിവസങ്ങളിലാണ് സന്ദർശനമെങ്കിൽ ടർക്കിഷ് പാരമ്പര്യത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ കാണാം. കൊട്ടാരത്തിനകത്താകട്ടെ ശില്പങ്ങളും അലങ്കാരങ്ങളും കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. പരമ്പരാഗത ഒട്ടോമൻ ഇസ്ലാമിക് ശൈലികളിൽ നിന്നുള്ള പ്രകടമായ വ്യതിയാനവും ഈ ഡിസൈനുകളിൽ നമുക്ക് കാണാം. ടർക്കിയിൽ യൂറോപ്യൻ സ്വാധീനം കൂടി വന്നതിന്റെ ഫലമാണത്. രാജ്യത്ത് പാശ്ചാത്യവൽക്കരണം സംഭവിച്ച കാലത്തിന്റെ സ്മാരകം കൂടിയാണ് ഡോൾമബാഷെ കൊട്ടാരം. ഇനി നമുക്ക് ബോസ്ഫറസ് കടലിടുക്കിലൂടെ ഒരു യാത്ര നടത്താം. അതോടൊപ്പം ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന മെയ്ഡൻസ് ടവറും സന്ദർശിക്കാം. ഇസ്താംബുൾ നഗരത്തിന്റെ ഒരു വിശാല കാഴ്ച ലഭിക്കാൻ ബോട്ട് ക്രൂസ് തന്നെയാണ് ഉത്തമം. പ്രധാനപ്പെട്ട ചില കാഴ്ചകളിലൂടെയെല്ലാം മുന്നിലൂടെ ബോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. കാഴ്ചകളെപ്പറ്റിയും നഗരത്തിന്റെ ചരിത്രത്തെപ്പറ്റിയുമുള്ള ലഘുവിവരണം ബോട്ടിലെ ഗൈഡ് സഞ്ചാരികൾക്ക് നൽകും. നഗരത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ മനോഹരമാവുക രാത്രിയിൽ തന്നെയാണ്. LED വിളക്കുകളിൽ നിന്നും പരന്നൊഴുകുന്ന പ്രകാശം നഗരക്കാഴ്ചകളെ വർണ്ണാഭമാക്കി മാറ്റുന്നു. ബോസ്ഫറസിലൂടെയുള്ള ബോട്ട് യാത്രയിൽ സന്ദർശിക്കുന്ന ഒരു വേറിട്ട ഡെസ്റ്റിനേഷനാണ് മെയ്ഡൻസ് ടവർ. കടലിടുക്കിൽ തെക്ക് ഭാഗത്തായി ചെറിയ പാറക്കെട്ടിലാണ് ഇതിന്റെ സ്ഥാനം. 5-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ടവർ നിലനിൽക്കുന്നുണ്ട്. നികുതി പിരിവ് കേന്ദ്രമായും നിരീക്ഷണ ഗോപുരമായും ലൈറ്റ് ഹൌസായും സൈനിക കേന്ദ്രമായും എല്ലാം അത് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇന്ന് ടവറിനെ നവീകരിച്ച് മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോപുരവും മതിൽക്കെട്ടും ചെറിയൊരു കെട്ടിടവും ഉൾപ്പെടുന്ന കോംപ്ലക്സ്. ടവറിന്റെ പ്രധാന പ്രത്യേകത ബോസ്ഫറസ് കടലിടുക്കിലെ സ്ഥാനമാണ്. മതിൽക്കെട്ടിലെ വാക്വേയിലൂടെ നടന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഗോപുരത്തിനുള്ളിലെ പടിക്കെട്ടിലൂടെയാണ് ഒബ്സർവേഷൻ ഡെക്കിൽ എത്തുന്നത്.
മുമ്പ് ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഡെക്കുള്ളത്. ഇവിടെ നിന്നും ദൃശ്യമാകുന്ന സൺസെറ്റ് കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. അതിനാൽ സായാഹ്നങ്ങളിൽ മെയ്ഡൻസ് ടവറിൽ തിരക്കുമേറും. ഇസ്താംബുളിലെത്തുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം സമയവും പണവും ചിലവഴിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ലിസ്റ്റിൽ ഇനി അടുത്തത്, ഗ്രാൻഡ് ബസാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന്. മേൽക്കൂരയോടുകൂടിയ 61 സ്ട്രീറ്റുകൾ ഇവിടെയുണ്ട്. 4000-ലധികം ഷോപ്പുകളും. ശരാശരി 3 ലക്ഷം ആളുകളാണ് ഒരു ദിവസം മാർക്കറ്റ് സന്ദർശിക്കുന്നത്. സിൽക്ക് പാത സൃഷ്ടിച്ച പാരമ്പര്യം മാർക്കറ്റിൽ നമുക്ക് ഇന്നും കാണാം. ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഒരു ചന്ത എന്നതിലുപരിയായി വിനോദസഞ്ചാര കേന്ദ്രമായാണ് ഗ്രാൻഡ് ബസാർ കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഉൽപ്പന്നങ്ങളിൽ വൈവിധ്യം കാണാനാവും. ടർക്കിഷ് സംസ്കാരത്തിന്റെ ഭാഗമായ കരകൗശല വസ്തുക്കളാണ് ഇവിടെ കൂടുതലും. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വലിയ വിൽപ്പനയുണ്ട്. ഏതാണ്ട് എല്ലാ ടർക്കിഷ് അറബിക് വിഭവങ്ങളും ഇവിടെ നമുക്ക് ആസ്വദിക്കാനാവും. അതും തനത് രുചിയിൽ തന്നെ. പാക്ക് ചെയ്തു വാങ്ങാം, അല്ലെങ്കിൽ ചൂടോടെ പാതയോരത്തെ ഫുഡ് സ്റ്റാളുകളിൽ നിന്നും കഴിക്കാം. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നതിനാൽ ഗ്രാൻഡ് ബസാറിൽ വില വളരെ ഉയർന്നതാണ്. അതിനാൽ നന്നായി വില പേശി വേണം വാങ്ങാൻ. 4-1 വിലയ്ക്ക് വരെ നമുക്കിവിടെ സാധനങ്ങൾ ലഭിക്കും. ഇനി പോകേണ്ടത് നഗരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആരാധനാലയത്തിലേക്കാണ്. വാലിദ് സുൽത്താൻ മോസ്ക്, അല്ലെങ്കിൽ ന്യൂ മോസ്ക്. വാലിദ് സുൽത്താൻ എന്നാൽ അമ്മരാജ്ഞി എന്നാണ് അർത്ഥം. ഒട്ടോമൻ ചക്രവർത്തിയായിരുന്ന മെഹബൂദ് മൂന്നാമന്റെ അമ്മയായിരുന്ന സഫിയെ സുൽത്താൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രത്യേകം പണികഴിപ്പിച്ച നിർമ്മിതിയാണിത്. രാജകുടുംബത്തിലെ പ്രമുഖരായ സ്ത്രീകൾ ഭരണത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു കാലത്തിന്റെ സ്മാരകം കൂടിയായി ന്യൂ മോസ്കിനെ നമുക്ക് കണക്കാക്കാം. ഒട്ടോമൻ ആർക്കിടെക്ചറിൽ തയ്യാറാക്കിയ ഭംഗിയേറിയ രൂപകൽപ്പനയാണ് ന്യൂ മോസ്കിന്റേത്. കുംഭഗോപുരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മേൽക്കൂരയും മിനാരങ്ങളും പുറംഭാഗത്തെ ദൃശ്യങ്ങൾക്ക് മിഴിവേകുന്നു. ഇസ്ലാമിക് ശൈലിയിലുള്ള കൊത്തുപണികളാണ് ഈ ഭിത്തിയിൽ. ഉൾഭാഗത്ത് ഒട്ടോമൻ ആർക്കിടെക്ചറിന്റെ സവിശേഷതയായ ടൈലുകളാണ് ഭംഗിയേകുന്നത്. മേൽക്കൂരയിലെ കുംഭഗോപുരങ്ങൾക്കുൾവശത്തും ടൈലുകൾ പതിപ്പിച്ചിരിക്കുന്നു. ജിയോമെട്രിക് പാറ്റേണിലുള്ള ഡിസൈനുകളാണ് ഓരോ ടൈലിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഉള്ളിലേക്ക് പ്രകാശമെത്തുന്നത് സ്റ്റെയിൻ ചെയ്ത ചില്ലുജാലകങ്ങളിലൂടെയാണ്. വൃത്താകൃതിയിൽ നിരത്തി സ്ഥാപിച്ചിട്ടുള്ള ഷാൻഡലിയറുകളാണ് രസകരമായ മറ്റൊരു കാഴ്ച. ധാരാളം വിശ്വാസികൾ എത്തുന്ന ആരാധനാലയം കൂടിയാണിത്. അതിനാൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങളുമുണ്ട്. അവസാനമായി നമ്മൾ എത്തുന്നത് ഏതാണ്ട് 400 വർഷക്കാലം ഓട്ടോമൻ സുൽത്താൻമാരുടെ ആസ്ഥാനവും വാസസ്ഥാനവുമായിരുന്ന ഒരു കൊട്ടാരത്തിലേക്കാണ്. ടോപ്പ് കാപ്പി പാലസ്.
ഈ പ്രൗഢമായ കൊട്ടാരവും ഇന്ന് ഇസ്താംബുളിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നും. ദീർഘമായ ഒരു നിർമ്മാണ ചരിത്രമുള്ള കൊട്ടാരമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഭാഗത്തും എത്തുമ്പോൾ കാണുന്ന വ്യത്യസ്ത നിർമ്മാണ ശൈലികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ 1459 ഈ കൊട്ടാര സമുച്ചയത്തിന്റെ പണി തുടങ്ങിയത്. പിന്നീട് വന്ന സുൽത്താൻമാരെല്ലാം സമുച്ചയം വലുതാക്കുകയും അലങ്കാര സമൃദ്ധമാക്കുകയും ചെയ്തു. ഡോൾമബാഷെ പാലസ് പൂർത്തിയായ 19-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയും ഇതുതന്നെയായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രധാന കൊട്ടാരം. ഇപ്പോൾ വലിയൊരു മ്യൂസിയവും ലൈബ്രറിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓട്ടോമൻ കാലത്തെ ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി അനേകം വസ്തുക്കൾ നമുക്കിവിടെ കാണാം. സുൽത്താൻ ഭരണകാലത്ത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന മുറികളും സന്ദർശിക്കാം. വിശാലവും സുന്ദരവുമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ഈ കൊട്ടാരം. ബുധൻ, ശനി, ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കായിരിക്കും. ഭൂമിശാസ്ത്രം പരിഗണിച്ചാലും ചരിത്രം പരിശോധിച്ചാലും ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള നഗരമാണ് ഇസ്താംബുൾ. ഒരു കാലത്ത് ഏഷ്യയെയും യൂറോപ്പിനെയും സാംസ്കാരികമായി ബന്ധിപ്പിച്ചിരുന്നത് ഈ നഗരമാണ്. ഇരു മേഖലകളും തമ്മിൽ സിൽക്ക് പാതയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ബന്ധം പിന്നീട് ലോകത്തിന്റെ ചരിത്രം നിർണ്ണയിക്കുന്ന ഘടകമായി മാറി. ഭൂമിശാസ്ത്രം കണക്കിലെടുക്കുമ്പോൾ ഇരു ഭൂഖണ്ഡങ്ങളെയും വേർതിരിക്കുന്ന അതിരാണ് ബോസ്ഫോറസ് കടലിടുക്ക്. സമ്പന്നമായ സാംസ്കാരിക ചരിത്രം ഈ നഗരത്തിന് നൽകിയ സംഭാവനകൾ അറിയാനും ആസ്വദിക്കാനുമാണ് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുന്നത്. വിനോദസഞ്ചാരം മുഖ്യ വരുമാന മാർഗമായി വികസിപ്പിച്ചിട്ടുള്ള നഗരം അതിന് യോജിക്കുന്ന രീതിയിൽ അണിയിച്ചൊരുക്കി പരിപാലിച്ചു പോരുന്നു. ഇസ്താംബുളിലെ 10 പ്രധാന ഡെസ്റ്റിനേഷനുകളാണ് ഈ സിറ്റി ടൂറിൽ നാം കടന്നുപോയത്. ഒരു സഞ്ചാരി ഒരിക്കലും മറക്കാത്ത കാഴ്ചകളുടെ നഗരം തന്നെയാവുന്നു ഇസ്താംബുൾ.